പ്രിയങ്കരായ നമ്മുടെ ഇന്നത്തെ ഈ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സിദ്ദീഖ് മാസ്റ്റർ, ഇവിടെ സ്വാഗതം പറഞ്ഞ മുജീബ് മാസ്റ്റർ, ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ രാജ്യത്തിന് ഈ പഞ്ചായത്ത് സംഭാവന ചെയ്ത ഏറ്റവും വലിയ പ്രഗത്ഭനായ നമ്മുടെ നേതാവ് ബഷീർ സാഹിബ്, അതുപോലെ തന്നെ കരുത്തരായ നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്ന മൗലാന മുഹിബുല്ല നദ്വി MP അവറുകൾ, നമ്മുടെ യോഗത്തിൽ സംബന്ധിക്കുന്ന കരുത്തരായ നേതാക്കൾ TV ഇബ്രാഹിം, ഇബാറാജി, PMA സലീം, അതുപോലെ ഇവിടെ നമ്മുടെ ഭാരവാഹികൾ KM ഷാജി തുടങ്ങി ഇവിടെ വരാനിരിക്കുന്ന നേതാക്കൾ, പ്രിയങ്കരായ സന്നിഹിതരായിട്ടുള്ള മറ്റു നേതാക്കൾ, കാരണവന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. വളരെ വളരെ മനോഹരമായി ഇത്ര ഭംഗിയായി ശാസ്ത്രീയമായി ഇന്ത്യൻ യൂണിയനും മുസ്ലിം ലീഗിന് വൈവിധ്യമാർന്ന സെഷനുകളോടുകൂടി കേരളത്തിലെ മുഴുവൻ ജീവിത തുറകളിലെ ആളുകളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് സമ്മേളനം സംഘടിപ്പിക്കുന്നതിൽ ഒരു മികച്ച മാതൃക തന്നെ സൃഷ്ടിച്ച വാഴക്കാട് ഈ മുസ്ലിം ലീഗ് സമ്മേളനത്തിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞിട്ട് മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്ന സമ്മേളനത്തിൻ്റെ വിവിധ സെഷനുകളെക്കുറിച്ചും അതിൽ നടന്ന ഡിബേറ്റിനെ കുറിച്ചും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമീർ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നു. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു, നാളെ കണ്ണൂരാണ്, ഇന്ന് മലപ്പുറത്തുണ്ടാകാനുള്ള യാതൊരു പരിപാടിയും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് ഇന്നലെ വിളിച്ചു, അതിനു മുമ്പ് ജബ്ബാറാജി വിളിച്ചു, ഭാരവാഹികൾ വിളിച്ചു, മറ്റെല്ലാവരും വിളിച്ചു. ഇതൊരു സാധാരണ സമ്മേളനമല്ല, ഒരു ഒന്നൊന്നര സമ്മേളനമാണ്, ഒന്ന് പങ്കെടുത്തേ പറ്റുള്ളൂ. കൂട്ടത്തിൽ പറഞ്ഞു മൊയ്നുല്ല, അബ്ദുല്ല നദ്വി തുടങ്ങി എല്ലാ നേതാക്കളും. അദ്ദേഹത്തെ ഞാൻ ഇത്രയും പ്രയാസപ്പെട്ട് ഇവിടെ വന്നതിന് പ്രത്യേക അഭിനന്ദിക്കായി കൺഗ്രാജുലേറ്റ് നദ്വി സാഹിബ് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് അറ്റൻഡിങ് ദിസ് മീറ്റിംഗ്. He represents a big movement in UP under the leadership of Akhilesh Yadav. You all know that. BJP കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് നിർത്തിയ പാർട്ടി UPയിലെ കോൺഗ്രസിൻ്റെ ഒപ്പം പ്രവർത്തിച്ച സമാജ്വാദി പാർട്ടി, അതിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. പാർലമെൻറ്റിൽ ഉള്ള പള്ളി, ചരിത്രപരമായ പള്ളിയുടെ ഇമാമ്. അത് മാത്രമല്ല, നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ഇന്ത്യയുടെ ജനാധിപത്യത്തെ നിലനിർത്താൻ കഴിഞ്ഞു. ഇന്ത്യയുടെ ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി ആയി. ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധിയായി, ഔദ്യോഗികമായി പ്രതിപക്ഷ പാർട്ടിയായി. അത് ചെറിയ പോസ്റ്റല്ല. അതിനെ തുടർന്ന് നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ട് പൗരത്വ നിയമം, സിറ്റിസൺഷിപ്പ് ആക്ട്, അത് പിടിച്ചു കെട്ടാൻ രാജ്യത്തിനായി. അതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞ പാർട്ടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മാറാൻ കഴിഞ്ഞു. ബഷീർ സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ജനാധിപത്യ സംരക്ഷണത്തിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച പാർട്ടിയാണ് ശ്രീ അഖിലേഷ് യാദവിൻ്റെ, ശ്രീ നദ്വി സാഹിബിൻ്റെ സമാജ്വാദി പാർട്ടി. അന്ന് ഏറ്റവും കൂടുതൽ MP-മാരെ സംഭാവന ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം നമ്മൾ ജനാധിപത്യം നിലനിർത്തിയ, മതേതരത്വം നിലനിർത്തിയ ഒരു വ്യക്തിയാണ് മൗലാന മുഹ്യിദ്ദീൻ നദ്വിയുടെ പാർട്ടി. അദ്ദേഹം ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ്. I express a special gratitude to you for coming and attending this meeting. നമുക്കറിയാം ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാക്കി ഇതിനെ മാറ്റാൻ നിങ്ങൾക്ക് വിവിധ സെഷനുകൾ, സെറ്റുകൾ. അതാണ് അധ്യക്ഷൻ സാമാന്യം നല്ല സമയം തന്നെ
എടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. എടുത്തതിൽ ബഷീർ സാഹിബ് പറയുന്നു, സമയം കുറച്ച് അധികം എടുക്കുന്നുണ്ട്, സാരമില്ല, എടുക്കാൻ മാത്രം അവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ് സാരമില്ല എന്നുള്ളത്. കാരണം അത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സെഷനുകളൊക്കെയും അതിൽ അറ്റൻഡ് ചെയ്തവരും അതിലെ മോഡറേറ്റർമാരും അതിലെ ഡിബേറ്റും ഒക്കെ തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. വർഷങ്ങളായി പ്രവർത്തിച്ച ഈ സംഘടന ഒരു കാര്യം തെളിയിച്ചിരിക്കുന്നു: ഞങ്ങൾ ആരെക്കാളും മോശമല്ല, എല്ലാരെപ്പോലെയും നിവർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങളെ കുട്ടികൾ എന്തിനും പോന്നവരാണ് എന്ന് തെളിയിച്ച സഹോദരിമാരാവട്ടെ സഹോദരന്മാരാകട്ടെ, പഠിക്കുന്ന പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, അവരൊക്കെ പങ്കെടുത്തുകൊണ്ട് ഈ സമ്മേളനത്തിൽ കാഴ്ചവെച്ച പ്രകടനം തെളിയിക്കുന്നത് അതാണ്. കാലം മാറി, ഞങ്ങളും മാറി. കാലം മാറി, ഇങ്ങനെയാണ് മാറേണ്ടത്. ബഷീർ സാഹിബ് ഇവിടെ ഇരിക്കുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൽ വലിയ പങ്കുവഹിച്ച പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞ ഒരാളാണ് അദ്ദേഹം. ഞാൻ ഇന്നും പത്രക്കാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇന്നലെയായിരുന്നു തിരുവനന്തപുരത്ത് അതിദാരിദ്ര്യരില്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം. ഞാനിന്ന് പത്രക്കാരോട് പറഞ്ഞു, ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദരിദ്രൻ ആരാണെന്നറിയേണ്ട ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ്, കേരള ഗവൺമെൻറ്റാണ് എന്ന് പറയാതിരിക്കണ്ട. കാരണം പലപ്പോഴായി ഈ കേരളം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ഏറ്റവും നല്ലൊരു സ്റ്റേറ്റായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കാലത്ത് വിദ്യാഭ്യാസം തുറന്നു കൊടുത്തു. മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും അവിടെ പഠിക്കുന്ന കുട്ടികളും അവിടുന്ന് പുറത്തു വന്ന എഞ്ചിനീയർമാരും ഡോക്ടർമാരും IAS-കാരും IPS-കാരും അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും നിരന്ന് നിന്ന് പ്രവർത്തിക്കുന്നതും അതുണ്ടാക്കിയ മാറ്റം ഒക്കെയാണ്. ആ പരിഷ്കാരത്തെ നഖശികാന്തം എതിർത്തവരാണ് ഇടതുപക്ഷക്കാർ. ആ പരിഷ്കാരത്തെ തടയാൻ നോക്കിയവരാണ് അവർ. അപ്പം ഞാൻ പറഞ്ഞു, കാലാകാലങ്ങളിൽ പല ഗവൺമെൻറ്റുകൾ, പല മന്ത്രിമാർ ഒക്കെ ഉണ്ടാക്കിയ വലിയ മാറ്റാണ് ഈ കാണുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ണ് മഞ്ഞളിച്ച് പോകണ്ട. നിങ്ങളുണ്ടാക്കിയതല്ല, ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് ഇവിടെ കാണുന്നത് കാലാകാലങ്ങളിൽ. അത് നിങ്ങൾ കളയാതിരുന്നാൽ മതി. അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കാൻ എളുപ്പമുണ്ട്, രണ്ട് വാക്ക് പറയാൻ എളുപ്പമുണ്ട്. പക്ഷേ ഈ കേരളത്തിൻ്റെ സമ്പത്തും ഇന്നത്തെ കരുത്തും ഒക്കെ കാലാകാലങ്ങളിലുണ്ടായ ഗവൺമെൻറ്റുകൾ, ഞാൻ പറഞ്ഞു 90കളിൽ വ്യവസായ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ മന്ത്രിസഭയിൽ ഒരു ടീമായി ഉണ്ടായിരുന്ന കാലത്ത് ലോകം മുഴുവൻ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളം പലതിലും 1-ാം നമ്പറാണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ 1-ാം നമ്പർ എന്നുള്ളത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല, ക്രമേണ ഉണ്ടായി വന്നതാണ്. പക്ഷേ സത്യം എന്ന് പറയുന്നത് ഇപ്പം അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ 1-ാം നമ്പറായത്? മികച്ച മെഡിക്കൽ കോളേജുകൾ, ചികിത്സകൾ, മികച്ച സ്കൂളുകൾ, മികച്ച പൊതുവിദ്യാലയങ്ങൾ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പണം ഗവൺമെൻറ്റിൻ്റെ അടുത്തുണ്ട്, സൗജന്യമായി എല്ലാം കൊടുക്കാൻ. ഇപ്പോൾ കാലത്തിനനുസരിച്ച് ചെയ്യാനുള്ള പണം ഗവൺമെൻറ്റിൻ്റെ അടുത്തില്ല. ഫലം എന്താ? മെഡിക്കൽ കോളേജിൽ പഞ്ഞി വാങ്ങാൻ പണമില്ല. സൗജന്യ ചികിത്സ ഇന്ന് കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കുറഞ്ഞു വരുന്നു. പൊതു സ്ഥാപനങ്ങൾ മുഴുവൻ എത്ര കുട്ടികളിരുന്നിട്ടാ ഒരു ക്ലാസ് പഠിക്കണം? 10 കൊല്ലമായില്ലേ ഈ മലബാറിൽ എവിടെയെങ്കിലും ഒരു പുതിയ കോഴ്സോ സ്ഥാപനമോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഏറ്റവും അവസാനം ഭരിച്ച UDF ഗവൺമെൻറ്റിൽ നിന്ന്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് ഓരോ ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത് എന്ന് നിങ്ങൾ ഓർക്കണം. ഓരോ ജില്ലയിലും ഒരു കോളേജ് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ മെഡിക്കൽ കോളേജ്? ഓരോ മണ്ഡലത്തിലും ഒരു കോളേജ് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. ഒന്നിനും അവരടുത്ത് കാശില്ല. എന്നിട്ട് അങ്ങനെ ഇരുന്ന് പരപരപരാന്ന് പ്രഖ്യാപിക്കുകയാണ്. 2500 ഉറുപ്യ കൊടുക്കും എന്ന്, പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോവാൻ നേരത്തെ പറയാണ് ഞങ്ങൾ പെൻഷൻ 2000 ആക്കിക്കണം. വരുമ്പോൾ പറയേണ്ടത് അതാണ്. ഇനി നിങ്ങൾ പറയണ്ട, ഇനി ഞങ്ങൾ പറഞ്ഞോളാം, ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്നവർ പറഞ്ഞോളും. ജനങ്ങൾ ഇവരെ തൂത്തറിയും. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ആളുകളെ ഭിന്നിപ്പിക്കുന്നതിലാണ്, ഡിവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ ബഷീർ സാഹിബ് ഇരിക്കുന്നുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണി അതാണല്ലോ.
ഡിവൈഡ് ആൻഡ് റൂൾ. കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെയാണ്, BJP ഗവൺമെൻറ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും തൊഴിലാളികളുടെ ആനുകൂല്യം പോയി, സാധാരണക്കാരുടെ ആനുകൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർക്ക് ഭരണത്തിൽ മികവ് കാട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും ആളുകളെ ഭിന്നിപ്പിച്ച് ആളുകളെ വർഗീയമായി വിഭജിച്ച് വോട്ട് നേടാൻ കഴിയും. അത് അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. അതേ അടവാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ LDF മാറ്റിക്കൊണ്ടിരിക്കുന്നത്. യാതൊന്നും ചെയ്യണ്ട. റോഡുകൾക്ക് നമുക്കറിയാം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന റോഡുകൾ താഴോട്ട് പോവുകയാണ്. MLA മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, TV ഇവിടെ ഇരിക്കുന്നുണ്ട്. അസംബ്ലിയിലൊക്കെ ഞങ്ങൾ ചോദിച്ച് മടുത്തു. ഒരു രക്ഷയില്ല. എല്ലാ രംഗത്തും നിരന്തരമുള്ള ശോഷണമാണ്, താഴോട്ട് പോവുകയാണ്. എന്നിട്ട് പറയാണ് ദരിദ്രരില്ലാത്ത. ഞാൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞു, ഒരു സംശയം വേണ്ട, ഈ പ്രഖ്യാപനത്തിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. ഓരോ ദിവസവും നിങ്ങളുടെ പ്രഖ്യാപനത്തിൻ്റെ പൊള്ളത്തരം ഞങ്ങൾ തുറന്ന് കാണിക്കും, യാതൊരു സംശയവും വേണ്ട എന്നവൾ പറഞ്ഞു. പഞ്ചായത്തുകളോട് ചോദിച്ചാൽ മതിയല്ലോ. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്നു. നൗഷാദ് പഞ്ചായത്ത് പ്രസിഡന്റിനെ പറ്റി ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഉള്ളത് വെച്ച് നന്നായി പെർഫോം ചെയ്തു. പക്ഷേ എത്രയോ അതിലും കൂടുതൽ പണം കിട്ടുമായിരുന്നു, കൊടുക്കേണ്ടതായിരുന്നു. അധികാരം പഞ്ചായത്തുകൾ കൊടുത്തത് എന്തിനാണ്? അധികാരം കൊടുത്തത് അതിൻ്റെ കൂടെ പണം കൂടി കൊടുക്കണം, അവർ പെർഫോം ചെയ്യണം. പക്ഷേ ഈ ഗവൺമെൻറ് എന്താ ചെയ്തു? പഞ്ചായത്തുകൾക്കൊന്നും പണം കൊടുത്തില്ല. എന്നിട്ടുള്ള ജോലിയൊക്കെ അവരെ തലയിലിട്ട് കൊടുത്തു. എന്തൊരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന PWD കരാറുകാർ മുഴുവൻ പണി നിർത്തിപ്പോയി. അങ്ങനെ ഉണ്ടോ ഒരു ഏർപ്പാടുകളൊന്നും ആലോചിച്ചു? നമ്മുടെ നാട്ടിൽ കുറേ കരാറുകാരൊക്കെ അവിടെ പോയി. കരാറുകാരൊക്കെ പൊളിഞ്ഞു, ബില്ല് കൊടുക്കൂല, ഒന്നിനും അവരെ കയ്യിൽ കാശില്ല. എന്തിനാ അധികം പറയുന്നത്? മെഡിക്കൽ കോളേജിൽ കൊടുത്തപ്പോൾ നല്ല ചികിത്സ എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല ഉപകരണങ്ങൾ. ജബ്ബാറാജ് ഇവിടെ ഡയാലിസിസ് സെൻറ്റർ നമ്മൾ സൗജന്യമായി നടത്തുന്നു എല്ലാ സ്ഥലത്തും. പ്രിയങ്ക ഗാന്ധി ഒന്ന് ഉദ്ഘാടനം ചെയ്തു. സീതി ഹാജി മെമ്മോറിയൽ കഴിഞ്ഞ ദിവസം ഇടവണ്ണയിൽ എല്ലാ സ്ഥലത്തും നമ്മൾ നടത്തുന്നു. നമ്മൾ കാണിച്ചു തരാം എങ്ങനെ നടത്തേണ്ടത്. അതുപോലെ ഗവൺമെൻറ് ഉപകരണങ്ങൾ കൊടുത്തൊന്നും നടത്താൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. നമ്മൾ നടത്തുന്ന പോലെ നടത്താൻ കൊടുത്ത ഉപകരണങ്ങൾ സപ്ലൈ ചെയ്ത കമ്പനിക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും ആസ്പത്രിയിൽ നിന്നൊക്കെ എടുത്തു കൊണ്ടുപോവുകയാണ്. ചിന്തിക്കാൻ പറ്റും. എന്നിട്ട് പറയാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം, എല്ലാവർക്കും ചികിത്സ, ആധുനിക ഉപകരണങ്ങൾ കൊടുത്ത അതിൻ്റെ കമ്പനിക്കാർ വന്നിട്ട് ബില്ല് കൊടുക്കാത്തത് കൊണ്ട് ഉപകരണം എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് പ്രഖ്യാപനം, ഞങ്ങൾ ഇവിടെ 1-ാം നമ്പറായിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത്. എന്തൊരു പരിഹാസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും ഭരണമാറ്റങ്ങൾ ഉണ്ടായില്ല എങ്കിൽ നമ്മൾ നേരെ താഴോട്ട് പോകും, ഒരു സംശയം വേണ്ട. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ പഞ്ചായത്തുകൾ അധികാരത്തിൽ വന്ന് എന്തെങ്കിലും കാര്യമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്തുണ്ടായിരുന്നത് പോലെ അവർക്ക് ഫണ്ട് കൊടുക്കണം. ഇവിടുത്തെ ആശുപത്രികളും അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാർക്കും കാര്യങ്ങൾ നന്നായി നടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ് ദരിദ്രമായി കഴിഞ്ഞ ഗവൺമെൻറ്റും പെർഫോം ചെയ്യാത്ത ഇന്നത്തെ അന്തരീക്ഷവും നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. രാജ്യത്ത് മതേതരത്വം നിലനിർത്തിക്കൊണ്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ എൻ്റെ പിന്നിൽ ഇവരൊക്കെ പ്രസംഗിക്കാനുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം അതെന്ത് കള്ളത്തരത്തിന് വേണ്ടിയാണ് എന്ന് ആളുകൾക്ക് ആശങ്കയുണ്ട്. നിങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്ത് കള്ളത്തരത്തിന് വേണ്ടിയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് അപ്പാടെ മാറ്റുക? നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ലിസ്റ്റ് ഇല്ല, പുതിയത് ഉണ്ടാക്കിയിട്ടാണ്, അപ്പോൾ ആർക്കും വോട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ലിസ്റ്റിൽ നിന്ന് പുറത്താണ്. പക്ഷേ കേരളത്തിൽ നമ്മൾ വിടൂല, ആ പൂജയൊന്നും വെക്കണ്ട, ഇവിടെ ഒരൊറ്റ കുട്ടിക്കില്ലാതെ വോട്ടുണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കാൻ ഞങ്ങൾക്ക്. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെയല്ല. എന്തെല്ലാം വെല്ലുവിളിയാണ് ഇവർ മതേതരത്വത്തിനും അതുപോലെ തന്നെ ജനാധിപത്യത്തിനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി പോരാടാൻ ഓരോരുത്തരും കരുത്താർജിക്കേണ്ടതുണ്ട്. വാഴക്കാട് പഞ്ചായത്ത് അത് സജ്ജായി കഴിഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ ഒരു സംശയം എനിക്കില്ല, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും ഒരു പ്രശ്നവുമില്ലാതെ നടന്നു കയറും നിങ്ങൾ, ഒരു സംശയവുമില്ല. വളരെ ശാസ്ത്രീയമായി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക്
ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പിറകിൽ ധാരാളം നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കാനിരിക്കുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. വാഴക്കാട്ടവരോട് കൂടുതൽ പറയേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ പ്രബുദ്ധരായി ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. ജയ്.